ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതിയിലൊരു പരാമർശം എന്നുള്ള രീതിയിൽ വന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രണയമാവാം എന്നാണ്. അത് കോടതി സത്യത്തിൽ അതൊരു ശരിയായ നിരീക്ഷണമാണോ ആലോചിച്ചുകൊണ്ട് നടത്തിയാണോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കോടതി ലക്ഷ്യത്തിന് വേണ്ടിയല്ല പറയണമെങ്കിലും കോടതി പറയുന്ന കാര്യം അത് കോടതി ലക്ഷ്യമല്ലാതെ തന്നെ നമുക്കതിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ എതിർക്കുമ്പോഴാണ് അത് കോടതി ലക്ഷ്യമാവുന്നത്. നമ്മൾ കോടതി ലക്ഷ്യമല്ല. അതായത് നമ്മുടെ ആർഷഭാരതത്തിൻ്റെ സംസ്കൃതി വെച്ചിട്ട് നമ്മളതിൻ്റെ ഇതൊക്കെ വെച്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ ഈ വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു ബന്ധമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഈ വിവാഹ ജീവിതം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറ് മാത്രമല്ല, ഒരു ബന്ധം കൂടിയാണ്. അതൊരു ബോണ്ടിങ്ങാണ്. അത് അവർ രണ്ടുപേരോട് പ്രണയിക്കേണ്ടത് ഒരു മൂന്നാമതൊരാളല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം കോടതിയിൽ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ വേറൊരാളായിട്ട് വീട്ടിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എത്ര കണ്ട് സക്സസ് ആവും? അപ്പോൾ അത് മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങളാണെങ്കിൽ പോലും ഒരു ടൈഗർ അതിനൊരു ഏകദേശം 1 കിലോമീറ്റർ സ്ഥലം അതിൻ്റെ ടെറിട്ടറിയാണ്. അതിൽ മറ്റൊരു ടൈഗർ വന്നു കഴിഞ്ഞാൽ, ഒരു കടുവ വന്നാൽ സ്വാഭാവികമായിട്ട് അത് ആക്രമിച്ച് അതിനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓടിപ്പോവുക ചെയ്യും. അപ്പോൾ അവിടെ അതിൻ്റെ ഈ ഫിമെയിൽ കടുവകളുണ്ട്, അതിനെ സംരക്ഷിക്കേണ്ട ചുമതലകളുണ്ട്. പിന്നെ നമുക്കൊക്കെ നോക്കിയാൽ കാണാം, ഈ ഒരേ സമയം ഒരു ഒക്കെയാണ് മിക്കവാറും മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ വരുമ്പോൾ, അതിന് ഭംഗം വരുത്താൻ വരുമ്പോൾ മറ്റൊന്നിനെ അടിച്ചു ഓടിക്കുകയോ തോൽപ്പിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഒരു ശരിയല്ലാത്തൊരു പരാമർശമായിട്ടാണ് അത് കാണേണ്ടത്. കാരണം എന്താ വെച്ചാൽ പേര് തമ്മിൽ സ്നേഹിക്കാം. ഇപ്പോൾ നമ്മളുടെ അയൽവാസിയായിട്ടുള്ള ഒരു യുവതി അല്ലെങ്കിൽ ഒരു അമ്മ, അവരെ നമുക്ക് സ്നേഹിക്കാം. ആ യുവതിയെ നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് സ്നേഹിക്കാം. പക്ഷേ അതിൻ്റെ ഭർത്താവ് വരുമ്പോൾ നമ്മളവിടെ പ്രണയിക്കാൻ ചെന്നാൽ ശരിയാവോ? ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പുന്നൂർകുളത്ത് ഉള്ള ഒരാളായത് കൊണ്ട് തന്നെ പുന്നൂർകുളത്തിലെ നാലാപ്പാട് നാരായണ മേനോൻ, അതുപോലെ ബാലാമണി അമ്മ, കമല സുരയ്യ, ഇവരൊക്കെ എങ്ങനെയെങ്കിലും അവരുടെ എഴുത്തുകൾ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എഴുത്തുകൾ പലപ്പോഴും എഴുത്തിനെ സഹായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇവരൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള എഴുത്തുകാർ തന്നെയാണ്. ബാലാമണി അമ്മയാണെങ്കിലും അവരൊക്കെ കുറേ നമ്മൾ വായിച്ചിട്ടുണ്ട്, നാലാപ്പാട് നാരായണ മേനോൻ്റെ. പക്ഷെ അതിനേക്കാളും കൂടുതൽ വായിച്ചിട്ടുള്ളത് ഈ മാധവിക്കുട്ടി, കമലാ സുരയ്യയുടെ തന്നെയാണ്. കാരണം അത് എഴുത്തിൻ്റെ ഒരു മാസ്മരികത, അതല്ലെങ്കിൽ ഒരു ശക്തി കൊണ്ട് തന്നെ ആവാം. കാരണം അവർ കൂടുതലിപ്പോൾ നമ്മളെ MR മനോഹരവർമ്മ അങ്ങനെ പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരെ കൂടി ഒന്നിച്ച് നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ എൻ്റെ കഥ എന്നുള്ള ഒരു പുസ്തകം എഴുതി. അതൊക്കെ അവർക്ക് ഒരു റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാതൃഭൂമി അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയുള്ള ബന്ധങ്ങളും പിന്നെ മറ്റെഴുത്തുകാരായിട്ടുള്ള ഇടപെടലും എന്തായാലും നല്ല വായനക്കാരുടെ നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് സത്യത്തിൽ പ്രചോദനം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ നമുക്ക് മാതൃക ആവുക, അതല്ലെങ്കിൽ അവരുടെ എഴുത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. മാധവിക്കുട്ടീനെ എപ്പോഴെങ്കിലും നേരിൽ കണ്ട് സംസാരിക്കാനുള്ളൊരു അവസരം? മാധവിക്കുട്ടീനെ ഒരിക്കൽ മാത്രമേ ഞാൻ നേരിൽ കണ്ടിട്ട് സംസാരിച്ചിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പറയാനും പിന്നീട് നമുക്ക് ഈ കഥകളെക്കുറിച്ച്, നോവലിനെ കുറിച്ച് സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് എഴുതാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വരുമ്പോഴേക്കും അത് അവർ മരിക്കുകയും കാരണം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരികയുണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഓൺലൈനിൽ ശ്രീജു വിളിക്കുന്നു, കഥകളാണ് ഒരു ബുക്ക്. അതിനെ കുറിച്ചിട്ട് എന്താണ്? അത് പറഞ്ഞാൽ ഈ DC ചെയ്തൊരു ബുക്കാണ്. ഇപ്പോൾ 2 എഡിഷൻ കഴിഞ്ഞു. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കുത്തഴിഞ്ഞ ജീവിതം തന്നെ, സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകാവുന്ന ഓരോ വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഓൺലൈൻ ശ്രീജു വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇത് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ അത് സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞു, സമൂഹത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ വലിച്ചെടുത്തുകൊണ്ട്, ബാലേന്ദ്രൻ തന്നെ അതുകൊണ്ട് പറഞ്ഞാൽ പറ്റില്ല, വലിച്ചെടുത്തുകൊണ്ട് അത് സമൂഹത്തിൻ്റെ അന്തരീക്ഷം ശുദ്ധമാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എഴുത്തുകാരനുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. അതേപോലെ ഇത് ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ, ആ ബിസിനസ്സുകാരൻ്റെ ഇതൊന്നും കുടുംബ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. അങ്ങനെ ആയിട്ട് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റ് ചില ബന്ധപ്പെടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അവസാനം ഇദ്ദേഹം വന്ന് അടിച്ച്
തോൽപ്പിക്കുന്നൊക്കെ ഒരു കഥ തന്നെയാണത്. അങ്ങനെ മൊത്തം അടിച്ചൊതുക്കാൻ നോക്കുന്ന ഒരു കഥയാണ്. പക്ഷേ ഈ കഥയോട് നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നേരത്തെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ നമ്മുടെ ഫൈസൽ ബിൻ അഹമ്മദ് ചോദിച്ചായിരുന്നു, നിങ്ങളെ എന്താണ് ഈ പുസ്തകം കൊണ്ട് നിങ്ങൾ സമൂഹത്തിന് എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ചോദ്യം. ഞാൻ പറഞ്ഞത് പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ 2 എഡിഷൻ വന്നതിൻ്റെ അന്ന് ഒരു എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാശ് അന്ന് 50,000 രൂപ, പിന്നീട് രണ്ടാമത്തെ എഡിഷൻ വന്നപ്പോൾ 30,000 രൂപ DC വന്നായിരുന്നു. ഈ കാശ് മുഴുവൻ നമ്മളുടെ പ്രദേശത്തിനുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ പ്രത്യേകിച്ച് അവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതിനുള്ള ഒരു ചാരിതാർത്ഥ്യം ഉണ്ട് നമുക്ക്. ഇനിയും അങ്ങനെ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു ഷെയർ മാർക്കറ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിലൂടെയല്ല ഇപ്പോൾ ഈ ഓൺലൈൻ ശ്രീജ വിളിക്കുന്നത് പറയുന്ന പോലത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അതിന് ചിലപ്പോൾ ചില വെല്ലുവിളികളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഉയരാൻ സാധ്യതയുള്ള ഒരു വളരെ സങ്കീർണമായൊരു സബ്ജക്റ്റാണ് അങ്ങ് ഈ ഒരു ബുക്കിനകത്ത് പ്രതിനിധാനം ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിനെതിരെ എതിർപ്പുകൾ വരാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും എഴുത്തുകാരൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വന്നതായിട്ട് ഉണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പല എഴുത്തുകാരും ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ കർണാടകയിലെ ഒരു എഴുത്തുകാരുടെ കാര്യം നമുക്കറിയാലോ, ഒരു വരവര റാവുനുണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ അറിയാലോ. എഴുത്തുകാരൻ എപ്പോഴും ഒരു വാൾമുനയിൽ ഡെമോക്രാസിൻ്റെ വാൾ പോലെ എന്ന് പറഞ്ഞ പോലെ ഒരു വാൾമുനയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് നടുവിൽ തന്നെയാണ് എഴുത്തുകാർ എപ്പോഴും ഉള്ളത്. അതല്ലെങ്കിൽ സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയില്ല. ഞാൻ എഴുതുമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് കുഴപ്പമില്ല. നേരത്തെ അക്കാദമിയിൽ വെച്ചിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ പുതിയ ഈ ക്രിമിനൽ താമസിക്കുന്ന വീടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ PK പാറക്കടവ് പറഞ്ഞു, അത് ഓരോ കഥകളും വേറിട്ട രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളാണ്. ഡോക്ടർ പ്രമോദ് അതിൽ എഴുതുന്നുണ്ട്. അതായത് ഡോക്ടർ പ്രമോദാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, വളരെ നിർഭയത്വത്തോടെ എഴുതുന്ന കുറച്ച് എഴുത്തുകാരിൽ വളരെ ചുരുക്കം എഴുത്തുകാരിൽ ഒരാളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യാം. പിന്നെ നമ്മൾ ഭയപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയപ്പെട്ടാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഭയം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്കൊരു പിക്ചറും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ സമൂഹം അങ്ങനെ തന്നെയാണ്. മനുഷ്യന് ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ, ആനിമൽസ് ആണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് എന്നാണ് പറയാം. അത് അവർ ആദ്യം ആക്രമിച്ച് കളയും. അവർ ഭയം കൊണ്ടാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശത്രുക്കളെ കീഴടങ്ങാൻ. മനുഷ്യൻ ഈ ഇവർ ഗാന്ധിജിയും അല്ലെങ്കിൽ യേശുവൊക്കെ പറഞ്ഞ പോലെ ഒരടി കൊണ്ടിട്ട് അടുത്ത അടിക്ക് ചെവി കാണിച്ചു കൊടുക്കുന്നതാണ്. അത്രയും ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. ചെവി കാണിക്കണമെന്നല്ല അതിൻ്റെ ഉദ്ദേശം ഉണ്ടാവുക. അപ്പോൾ മനുഷ്യൻ ക്ഷമിക്കും. പക്ഷേ ക്ഷമിക്കുന്ന മനുഷ്യർ എത്ര പേരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രതികരിക്കും. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം അത് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഇത്രയും ഒരു വലിയൊരു പ്രതിഷേധാത്മകമായിട്ടൊരു കാര്യം അങ്ങയിലേക്ക് എത്താത്തതാണോ ഈ നിർഭയത്തോടെ എഴുതുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു നിസ്സാരവൽക്കരിക്കില്ല, അല്ലെങ്കിൽ അതിനെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധം വരാത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഉണ്ടെന്നുള്ളൊരു എങ്ങനെയാണ് അതിനെ? അല്ല, പ്രതിഷേധങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കാര്യം പറഞ്ഞില്ല, നമ്മുടെ നസ്ത്രി സ്വാതന്ത്ര്യം പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാത്തവരായിട്ടുള്ള കുറേ ആളുകൾ അതിൽ ഇൻട്രാക്ട് ചെയ്തു. ഇത് കത്തുന്ന പ്രശ്നമാണ്, നിങ്ങളിത് എഴുതരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഈ പരൂർ കോൾപ്പാടം ഇത് അറിയണവർക്ക് അറിയാം. ഇവിടുന്ന് എത്രയോ ഏതാണ്ട് കിലോമീറ്ററുകളോ അകലെ 4 ആൾ 5 ആൾ ആഴത്തിലുള്ള അത്രയും വെള്ളമുള്ള സമയത്ത് 2 കുട്ടികളെ വഞ്ചിയിൽ ഒറ്റപ്പെട്ടു പോയ 2 കുട്ടികളെ പോയിട്ടുള്ള 2 കുട്ടികളെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ ചെറിയ പ്രായത്തിൽ. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അക്കാദമി മറ്റേ ഇവരുടെ അവാർഡ് ഒരു കാര്യമാണത്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കാറില്ല. പല പ്രശ്നങ്ങളിലും ഇപ്പോൾ ഏതെങ്കിലും ചുറ്റുവട്ടത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അടിപിടിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും നോക്കി നിൽക്കുക ചെയ്യുന്നത്. നമ്മളത് പോയിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പണ്ട് മുതലേ ഉണ്ട്. അത് നല്ലതാണോ എന്ന് വെച്ചാൽ ചെയ്താണോ, അത് നമുക്ക് അതിനെപ്പറ്റി പറയാനില്ല. നമ്മളത് ഇടപെട്ടിട്ട് അത് ശരിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ. അപ്പോൾ എപ്പോഴും സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണാനും സമാധാനപരമായിട്ട് കാര്യങ്ങളെ എന്താ പറയുക പര്യവസാനിപ്പിക്കാനാണ് അങ്ങ് താല്പര്യപ്പെടുന്നത്. അത് തന്നെയാണോ ഈ കാര്യത്തിലും അങ്ങനെ ഉള്ളൊരു നമ്മൾ ഒരു സമൂഹം നമ്മൾ അദ്വൈതത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന് എവിടെ അവൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്, ഒരു വിഷമഘട്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യന് വേണ്ടി നമ്മൾ
അവരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, മനസ്സുകൊണ്ടെങ്കിലും വിഷമിക്കണം, നമ്മൾക്ക് വിഷമം വേണം എന്നാണ് അദ്വൈതത്തിൽ പറയുന്നുണ്ട്. അത് മറ്റേ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തോന്നുന്നുണ്ട് ഒരു സിനിമയിൽ അത് പറയുന്നുണ്ട്, എവിടെയൊരു മനുജൻ്റെ നെഞ്ചമൊരുകുന്നു അവിടെയും സാന്ത്വനം, അങ്ങനെ അങ്ങനെ അതിൻ്റെ മുഴുവൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ ഇതാവണമെന്നാണ് പറയണത്. പിന്നെ ഖുർആനിൽ പറയുന്നുണ്ട് പേടിച്ചവൻ്റെ പേടി നിങ്ങൾ മാറ്റണമെന്ന്, പേടിച്ചവൻ്റെ പേടി മാറ്റണമെന്ന്. അത് എത്ര പേർക്ക് കഴിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളതിന് ചെയ്യാൻ ശ്രമിക്കാം. ഈ ബുക്കുകളിലെല്ലാം പേടിച്ചവൻ്റെ പേടി മാറ്റാനുള്ള ഒരു മരുന്ന് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? അല്ലെങ്കിൽ ആ മരുന്നുകളാണോ ഈ ബുക്കിലൂടെ വരുന്നത്? അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളുടെ ചെറിയ ശ്രമങ്ങളാണ്. പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സമൂഹത്തിനോട് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് നിർബന്ധമായിട്ടും പറയണമെന്ന് തോന്നുമ്പോൾ നമ്മളത് അവരോട് പറയുക. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ, അതായത് NS മാധവൻ്റെ ഒരു കഥയുണ്ട്. NS മാധവൻ്റെ ബാബരി മസ്ജിദ് പൊളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് മുഴുവൻ ജീവിതം തന്നെ ഈ അമ്പലത്തിലും അതുപോലെ തന്നെ അമ്പലത്തിൽ കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന, അമ്പലം പരിശുദ്ധമായിട്ടുള്ള ഒന്നാണ്, പള്ളിയും പരിശുദ്ധം, ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ ചില ആളുകൾ ഇത് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നല്ലതല്ലാത്ത അപര വിദ്വേഷത്തിനോ അല്ലെങ്കിൽ ഇതിനോ താല്പര്യക്കുറവിനോ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഇരുന്ന ഒരാളെ മാറ്റി എന്നാണ് പറയണത്. ഈ NS മാധവൻ്റെ തിരുത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. തിരുത്ത് എന്നുള്ള ഒരു എഡിറ്റർ വന്നിട്ട്, ഒരു ഈ പത്രത്തിൻ്റെ എഡിറ്റർ, ഒരു എന്താ പെൺകുട്ടിയുടെ പേരെന്ന് അറിയില്ല, ഒരു മുസ്ലിം എഴുത്തുകാരാണ്. അവർ പള്ളി ബാബരി മസ്ജിദ് തകർത്തു എന്നുള്ളത് അത് തിരുത്തി എഴുതി. അത് അങ്ങനെ എഴുതരുത്, തിരുത്തണം. തർക്കമന്ദിരം എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. തർക്കമന്ദിരം പൊളിച്ചു എന്ന് അങ്ങനെ എന്താണ്, തർക്കമന്ദിരമല്ല ബാബരി മസ്ജിദ് എന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് എഴുതിപ്പിക്കുകയാണ് എഡിറ്റർ. അപ്പോൾ അത് തിരുത്തി. അപ്പോൾ ഈ തിരുത്ത് എന്നുള്ള ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം സമൂഹത്തിൽ എന്തൊക്കെ ആരൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അയൽവാസിയോ അല്ലെങ്കിൽ മറ്റു മതക്കാരനോ നമ്മുടെ ശത്രുവല്ല എന്നാണ് NS മാധവൻ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരാൾ അയാളുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും.